ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മുരിങ്ങയ്ക്കായില്ലേ, അല്ലെങ്കിൽ ഡ്രം സ്റ്റിക്ക് വെച്ചുള്ള ഒരു കറിയാണ് കേട്ടോ. നോർത്ത് സൈഡിലൊക്കെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. അതിനുവേണ്ടി ഞാൻ നമ്മുടെ ഡ്രം സ്റ്റിക്ക് അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിനകത്ത് ഇടാൻ വേണ്ടി ഞാൻ 3 ഉരുളക്കിഴങ്ങും കൂടെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം തക്കാളി എടുക്കുന്നുണ്ട്. തക്കാളി ജസ്റ്റ് നമ്മൾ തീയ്ക്കകത്ത് വെച്ചൊന്ന് ചുട്ടെടുക്കണേ. അതിൻ്റെ ഫ്ലേവറിൻ്റെ വ്യത്യാസം വരാൻ വേണ്ടിയാണ്. എന്നിട്ട് അതിൻ്റെ തൊലി ഇതുപോലെ നമുക്ക് കളഞ്ഞെടുക്കാമേ. അതിനുശേഷം കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, നമ്മുടെ മല്ലിയില കേട്ടോ. ഇതെല്ലാം അതിൻ്റെ മസാലകളാണ്. ഇത് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. അതിനുശേഷം നമ്മുടെ ഉണക്ക തേങ്ങയില ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഈ കറിക്കകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കേട്ടോ. എന്നിട്ട് ഞാനിനി മസാല തയ്യാറാക്കാൻ പോവാണ്. അതിനകത്തോട്ട് നമ്മൾ ആ ഉണക്ക തേങ്ങ മുറിച്ച് വെച്ചിരുന്നില്ല, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കസ്കസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കേട്ടോ. ചാറിനൊരു കുറുക്കം വരാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ കസ്കസ് ഇടുന്നത്. നമുക്ക് കപ്പലണ്ടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി, കസ്കസ് ഇല്ലെന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് പിന്നീട് നല്ലപോലെ അരയൂല. ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് സവാളയും അതുപോലെ നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കാമേ. നല്ലതുപോലെ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിക്കകത്തൊരു എണ്ണ കുറച്ച് ഒഴിച്ച് ഇരിപ്പുണ്ടായിരുന്നു. പപ്പടം കാച്ചിയ എണ്ണയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കരട് തോന്നുന്നത്. അതിനകത്തോട്ട് ഞാൻ ആ മസാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യമേ ഞാൻ അതിനകത്തോട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ആദ്യമേ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന മസാല അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ആ മസാലയൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം, അടുക്കി പിടിക്കാതിരിക്കണം. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് കേട്ടോ മുരിങ്ങയ്ക്ക. നമ്മുടെ ബ്ലഡ് ഷുഗറൊക്കെ ലെവലാവാനും അതുപോലെ കാൽഷ്യത്തിനുമൊക്കെ ഒരുപാട് നല്ലതാണ്. കുട്ടികളൊക്കെ കഴിക്കുന്ന ഒരുപാട് നല്ലതാണ് കേട്ടോ. മാക്സിമം കുട്ടികൾക്കൊക്കെ അതെങ്ങനെയെങ്കിലുമൊക്കെ അവർ കഴിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളകൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ജീരകപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. മസാലകളെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക മണം വരുമേ. നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഒത്തിരി ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒരു വട്ടമെങ്കിലും മസ്റ്റായിട്ടൊന്ന് റെഡിയാക്കി നോക്കണം. അതിനുശേഷം ഞാൻ ആ ജാറ് കഴുകിയ വെള്ളം കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ലാസ്റ്റ് വെള്ളം ഒഴിക്കുമ്പം ചൂട് വെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ജസ്റ്റ് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് വേണം നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം നല്ലതുപോലെ ഇന്ന് വെന്ത് വരണം. അടുക്കി പിടിക്കാതിരിക്കാൻ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം, ഈ മസാല ഒന്ന് വേവാൻ വേണ്ടി. മസാല നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മുടെ മുരിങ്ങയ്ക്ക അല്ലെങ്കിൽ ഡ്രം സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കാമേ. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നോർത്ത് സൈഡിലൊക്കെ എല്ലാവരും മിക്ക ദിവസവും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്.
നോർത്ത് സൈഡിലുള്ളതൊക്കെ താമസിച്ചിരുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരുതരം കറിയാണ്. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ഒരു വട്ടമെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ കുട്ടികൾക്ക് ഒക്കെ ഒരുപാട് ഇഷ്ടമാവും. എരി കുറച്ചുണ്ടാക്കി കൊടുത്താൽ അവരെല്ലാം നല്ലതുപോലെ കഴിക്കും കേട്ടോ. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് വെന്ത് വരും. അതിനകത്ത് വേവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിന് മാത്രമേ വേവുള്ളൂ. അതുകൊണ്ട് തന്നെ എളുപ്പമായി വരും കറി. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിരുന്നു. അതും കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കസ്കസും നമ്മൾ ഉണക്ക തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല കുറുകുറാന്ന് തന്നെ ചാറ് വരുമേ. അതിന് വേണ്ടിയാണ് നമ്മളത് ഇടുന്നതും. നല്ലൊരു ഗ്രേവി ഉണ്ടാവാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് വെന്ത് വരും. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. റെഡിയാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ. എന്നിട്ട് ഞാനത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.